ഹലോ ഗൈസ്, അപ്പോൾ ലഞ്ചിന് എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് കേട്ടോ ഫ്രിഡ്ജിൽ ചിക്കനുള്ള കാര്യം ഓർമ്മ വന്നത്. വൈ നോട്ട്, എന്തുകൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കിക്കൂടാ? അങ്ങനെ ചിക്കൻ കറീനെ ഉണ്ടാക്കാമെന്ന് ഓർത്ത് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ റൈസിലും ഞാൻ ചെറുതായിട്ടൊരു വെറൈറ്റി ആക്കാമെന്ന് ഓർത്തിട്ട് നമ്മൾ നോർമലി ചോറ് വെക്കണ പോലെ തന്നെ യെല്ലോ റൈസ് എന്നാണ് ഇതിനെ ഞാൻ പറയണം. അപ്പോൾ ഇതിൽ നമ്മൾ ചോറ് തിളക്കാൻ വെക്കണ വെള്ളത്തിലേക്ക് കുറച്ച് സ്പൈസസ്, ഈ പട്ട, കുരുമുളക്, അങ്ങനത്തെ സ്പൈസസും കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് അരിയും കഴുകിയിട്ടാൽ അവിടെ യെല്ലോ റൈസ് ആവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണേ. പിന്നെ ചിക്കന് ഞാൻ ഇന്ന് ഒരു ഇച്ചിരി വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിങ്ങനെ മാഗ്നേഷൻ ചെയ്യാനായിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അങ്ങനെ എല്ലായിട്ട് മുട്ടയും ഒക്കെ ഇട്ടിട്ട് വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് മാഗ്നേഷൻ ചെയ്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ്. അപ്പോൾ അത് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് ഞാൻ പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവാള, തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ഇതേപോലെ തന്നെ ഗരം മസാല, ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ അപ്പുറത്ത് 2 ലെഗ് പീസ് ഉണ്ടായത് ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നല്ല വഴറ്റി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അതിലേക്ക് ഈ പറഞ്ഞ പൊടികളൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മസാലയൊക്കെ നല്ല പോലെ ചിക്കനിൽ പിടിച്ച് വന്നവരെയും മൂടി വെക്കും, തുറക്കും, ഇളക്കും. ഈ പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ എല്ലാം നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. ഈ യെല്ലോ റൈസും ഈ കറിയും കൂടി നല്ല വമ്പം കോമ്പയാണ്. അങ്ങനെ ചിക്കനും ഇതൊക്കെ ഇട്ടിട്ട് ഈ മസാലയൊക്കെ നല്ല സെറ്റായി വന്നതിനപ്പോൾ പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് കോൺഫ്ലോറാണ്. കോൺഫ്ലോർ നമ്മൾ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട്, അതാ പറഞ്ഞ ചില്ലി ചിക്കൻ്റെ അനിയനൊക്കെ ആയിട്ട് ഒരു ഇത്. അപ്പോൾ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അത് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കും. പിന്നെ അതിലേക്ക് കുറച്ച് സോസും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇട്ട് നല്ല മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് നല്ല കുക്ക് ചെയ്യും. അപ്പോഴത്തേനും അപ്പുറത്ത് ആ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ടാവും കേട്ടോ. അത് ഫ്രൈ ആയത് ഞാൻ കോരി മാറ്റിയിട്ട് ആ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് അതൊന്ന് ജസ്റ്റ് ഇതാക്കിയിട്ട് കറിയിലേക്ക് കൂട്ടി. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ ഫ്രൈ ചെയ്ത മസാലയും കൂടി എണ്ണയും കൂടി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് കൂട്ടിയിട്ടുണ്ട്. പിന്നെ മൂടി വെച്ച്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ യെല്ലോ റൈസും എൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എന്തൊക്കെ ഐറ്റംസ് ഇട്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂട്ടി നല്ല കുശാലായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മോൾ നേഴ്സറിയിൽ വന്നിട്ട് ഇത് കഴിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്പെഷ്യലായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഹാപ്പി ലഞ്ച്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.